അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വ്യത്യസ്തമായൊരു കറിയാണ് റെഡിയാക്കുന്നത്. അതായത് നമ്മൾ ദാണ്ട് കുറച്ച് വെണ്ടയ്ക്കയും പിന്നെ നമ്മുടെ സവോള പിന്നെ പച്ചമുളക് പിന്നെ നമ്മുടെ തക്കാളി കറിവേപ്പില ഇഞ്ചി ഇത്ര സാധനം നമ്മൾ എടുത്തു. വെളുത്തുള്ളി ഇല്ല, ഇത്ര സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തില് 3 മുട്ട. ഇത് കോഴിമുട്ടയാണ്, സാധാ മുട്ട. അപ്പം ഇതുണ്ടല്ലോ നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക പ്രത്യേക ടൈപ്പ് ഡിഷാണ്. അതായത് ഈ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ മറ്റേ ഹോസ്റ്റലിലും ഒക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായൊരു. അത്യാവശ്യം പച്ചക്കറികളുണ്ട്, മുട്ടയുണ്ട്, അപ്പൊ എല്ലാം ഉണ്ട്. അത്യാവശ്യം അധികം കുക്കിംഗ് ഒന്നും അറിയാൻ വരാത്തവർക്കും വളരെ എളുപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ചീനച്ചട്ടിയിൽ ഏകദേശം 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ പച്ചക്കറികൾ മുഴുവൻ കൂടെ ഇട്ട് ഒന്ന് വഴറ്റി എടുക്കാൻ പോകണം. ഒത്തിരി നേരമൊന്നും വേണ്ട, നമുക്ക് വളരെ വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ഞാനിവിടെ നമ്മുടെ പച്ചമുളക് അല്പം വലുപ്പത്തിലിട്ടിരിക്കുന്നത്. അത് കടിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മുട്ടയുടെ കൂട്ടത്തിൽ ചില ആൾക്കാർക്ക് പച്ചമുളക് ഒന്ന് കടിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട് ഇട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. ഇട്ടിട്ട് ഒന്ന് ഇളക്കുക, ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ എക്കണോമിക്കായിട്ട് ചെയ്യാനും പറ്റും. കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു വെറും 2 തക്കാളിയും അരമുറി ഉള്ളിയും ഒരു ചെറിയ ഒരു 1/2 ഇഞ്ച് പീസിൻ്റെ ഒരു ഇഞ്ചിയും പിന്നെ വെണ്ടയ്ക്കാണെങ്കിൽ വെറും ചെറിയ 4 എണ്ണം മാത്രമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അത്യാവശ്യം ഒരു 4 പേർക്ക് നന്നായിട്ട് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. ഇപ്പോൾ എല്ലാം ഇളക്കി ഉപ്പും എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കിയിടാവേ. ഈ തക്കാളിയുടെയൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പം അത് കാരണം ആ നേരത്തിന് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട നമുക്ക് ഒന്ന് അടിച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മൾ ആകെ 3 മുട്ട എടുത്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാവേ. ഇതിപ്പോ 4 പേർക്ക് സുഖമായിട്ട് സെർവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ നമ്മുടെ മറ്റേ താറാമുട്ട ഇല്ലേ, വലിപ്പം കൂടിയ മുട്ടയല്ലേ, വലിപ്പമുള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് താറാമുട്ട ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഏത് മുട്ടയാണ് ക്വാണ്ടിറ്റി കൂടുതൽ വരും. ഇപ്പം അധികം വലിയ വലിപ്പമൊന്നും ഇല്ലാത്ത ചെറിയ മുട്ട. ഇവിടെ നമുക്ക് താറാമുട്ട കിട്ടത്തില്ല. ഇവിടെ നമുക്ക് ഈ കോഴിമുട്ട മാത്രമേ ഉള്ളൂ. അതും നാടൻ മുട്ട പോലും അധികമില്ല. നാടൻ മുട്ടയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു എന്താ പറയുക ഒരു ബ്രൗൺ കളർ ആയതുകൊണ്ടുണ്ടല്ലോ കൂടുതൽ ഈ വെള്ള നിറത്തിനോട് ബ്രൗൺ കളറിലെ മുട്ട. ഇന്നലെ ഞാനവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ മുട്ട അപ്പൊ ഈ മുട്ടയുടെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഇതിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം. സ്വല്പം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ മുട്ട നമുക്ക് അടിച്ചെടുക്കുന്ന പോലെ ഇതിന്റെ കൂട്ടത്തില് നമ്മൾ ഒരു സ്വല്പം കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചുമ്മാ ചതച്ചെടുത്താണ്. അതും കൂടെ ഒരു സ്വല്പം ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന്. പിന്നെ ഈ പച്ചമുളക് തന്നെ ഇടുന്നതാണ് നല്ലത്. കാര്യം നമ്മളെപ്പോഴും നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ മുട്ട ഓംലെറ്റ് അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു കട്ട കെട്ടി ഇങ്ങനെ നിൽക്കുക. അതൊക്കെ നമ്മൾ ഇളക്കിയാൽ ചിലപ്പോൾ ശരിയാകുന്നില്ല തോന്നില്ല. നമ്മളെ മുട്ട ആവശ്യം അത്രേ ഉള്ളൂ. നമ്മുടെ ഇതിന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. തക്കാളിക്കകത്ത് അപ്പൊ ഇനി ഇത് അടച്ചു വെക്കണ്ട, തുറന്നു തന്നെ വെക്കാവേ. നമുക്കിത് ഇനിയിപ്പോ ഇങ്ങനെ അങ്ങ് തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം കൊടുക്കാവേ. ഇത് നമ്മൾ ഒത്തിരി നേരം എടുക്കുന്ന പരിപാടിയല്ല. ഇനി നമുക്ക് ഇപ്പൊ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്കായും എല്ലാം വെന്തിട്ടുണ്ട്. അതെ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് നമ്മുടെ
മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് നമുക്ക് നിർത്താതെ ഇളക്കിയിട്ടുണ്ടല്ലോ നന്നായിട്ട് അതൊരു പൊരിയൽ പോലെ ആക്കിയെടുക്കാം. നമുക്ക് മുട്ട വലിയ ചേർത്ത് ഇളക്കി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതായിരിക്കും നല്ലത്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ചേർക്കാം. ഇതുണ്ടല്ലോ നമുക്കിപ്പം മറ്റേ എന്താ പറയുക ചോറ് പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അധികം കറികളൊന്നും വേണ്ട. അതെ, ഈ ഒരു കറിയുടെ ആവശ്യമുള്ള അത്യാവശ്യം എല്ലാ പച്ചക്കറികളും അതിൻ്റെ ഒരു എഫക്റ്റും കിട്ടും. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കാനാണെങ്കിൽ തക്കാളി വേണമെങ്കിൽ സെപ്പറേറ്റ് തക്കാളി കറി വെക്കാം, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം, അങ്ങനെ പല കാര്യങ്ങൾ വെക്കാം. പിന്നെ മുട്ട വെക്കാം. ഇതിപ്പോൾ ഇതിനകത്ത് മെഴുക്കുവരട്ടി ഉണ്ട്, തക്കാളിക്കറി ഉണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ സാധനമുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം ഗുണവും നമുക്ക് അപ്പം ഇനി ഇത് നമുക്കൊന്ന് എന്താ പറയുക നമ്മുടെ മറ്റേ നന്നായിട്ട് ഇങ്ങനെ ചിക്കി എടുക്കുന്ന പോലെ നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. സംഭവം വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ചുമ്മാ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു വിട്ടാൽ മതി. അധികം എന്തോന്നാ കനമില്ലാതെ അരിയുന്നതാണ് വളരെ നല്ലത്. പിന്നെ അതിൻ്റെ അകത്ത് ഇനി ഉപ്പ് നോക്കണം. വേണമെങ്കിൽ നമുക്ക് ഒരു സ്വല്പം കൂടെ കുരുമുളക് പൊടി ഒരു ഇച്ചിരി കൂടെ ആ ഒരു ഫ്ലേവർ. ആ മുട്ടയുടെ ഉണ്ടല്ലോ നമുക്ക് ആ എന്താ പറയുന്നത് ഒരു മുട്ട എങ്ങനെ നമ്മൾ കൊടുത്താലും ചെറിയൊരു അതൊക്കെ അങ്ങ് മാറും. പിന്നെ ടേസ്റ്റ് ഉണ്ട്. അതന്നെ ഈ കുരുമുളക് മുന്നോട്ട് ഫ്ലേവർ വയ്ക്കുമ്പോൾ നല്ലൊരു. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനത്തെ ഒരു സാധനം ഇട്ടിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില വേണേ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ടേസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല, ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പം നമ്മുടെ സംഭവം നല്ല റെഡി ആയിട്ടുണ്ട് സാധനം. ഇനി ഇതിന്റെ ഉപ്പ് നോക്കുക മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നും ഇല്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പം എല്ലാം വെന്തിട്ടുണ്ട്, സാധനം എല്ലാം വെന്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അരിയുമ്പോൾ വേണമെങ്കിൽ കുറെ കൂടെ ചെറുതായിട്ട് വേണേലും അരിഞ്ഞെടുക്കാവേ. കറക്റ്റ് ഉപ്പ്, കറക്റ്റ് എരിയ, ഇത് സംഭവം നല്ല എല്ലാം നല്ല കുറുക്ക സാധനമായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തി എന്ത് സാധനത്തിൻ്റെ കൂടെ പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സ്ഥിതിക്ക് വേണമെങ്കിൽ പിള്ളേർക്ക് മുട്ടയൊക്കെ കൊടുത്തു വിടുന്നവരാണെന്നുണ്ടെങ്കിൽ ചോറ് നമ്മൾ പൊതിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ടിഫിൻ്റെ അകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാണല്ലോ സംഭവം. അത് പ്രധാനപ്പെട്ട കാര്യം അധികം മുട്ടയും വേണ്ട, അധികം മുട്ട വേണ്ട. പിന്നെ പച്ചക്കറിയൊക്കെ മുട്ട കൂടെ ചേർത്ത് പച്ചക്കറി കഴിക്കാത്ത പിള്ളേർ കൂടെ കഴിച്ചോളൂ. കാര്യം ഇത് നമ്മൾ തെളിയിച്ചതുകൊണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ വെണ്ടയ്ക്കായും തക്കാളിയും മുട്ടയും തമ്മിലുള്ള ഒരു വ്യത്യസ്ത ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വ്യത്യസ്തമായ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.